അപ്പോൾ ഗോവ കണ്ടപ്പം ഇവിടെ പലരും പറയണത് കേരളം പോലെയാണ് ഇരിക്കുന്നത്. ബ്ലാക്ക് കോഫിക്ക് 100 രൂപ, ബിയർ ഡ്രിങ്ക്സിന് 190 രൂപ. കടല് പേടിയാണ് അല്ലേ? തലയിലൊക്കെ വെച്ചോണ്ട് പോവുകയാണ്. ഉണ്ടോ നമ്മുടെ വാഴ ഇക്കായെല്ലാം വാഴയുണ്ട് കണ്ട. ഏകദേശം 1500 പണിയെടുപ്പിച്ച പള്ളിയാണ് കേട്ടോ. പക്ഷെ ആ ഒരു ശേഷി ഇപ്പം മമ്മിയും എപ്പോഴും അവിടെ ഉണ്ട്. ഒരുപാട് കല്യാണം കഴിഞ്ഞ് അന്നോട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതിന് ഒരുമിച്ച് ഇങ്ങനെ ട്രിപ്പ് പോകണമെന്നൊക്കെ ഇപ്പോഴാണ് 5 വർഷം ആയപ്പോഴത്തേക്കുമാണ് നമുക്ക് നടന്നത്. നമ്മൾ ഒരുപാട് ഹാപ്പിയാണ് അല്ലേ? അങ്ങനെ ഫൈനലി ഞങ്ങൾ ഗോവയിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ സമയം 10:30. ഞങ്ങൾ 3 മണിക്ക് എത്തേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് പെട്രോൾ പമ്പിലൊക്കെ നിർത്തി ഉറങ്ങി. ഇങ്ങോട്ട് പെട്രോൾ പമ്പിൽ നമുക്ക് നിർത്താൻ പറ്റിയില്ല. ആ ഒരു റൂട്ടിൽ കൂടെയാണ് നമ്മൾ വന്നത്. നമ്മൾ കാണിച്ചു തന്നല്ലോ റൂട്ടൊക്കെ. അതല്ല അതിനേക്കാളും ഭയാനകമായ റൂട്ടിൽ കൂടെയാണ് നമ്മൾ വന്നത്. താഴെ ഇപ്പോൾ ഉറക്കം എഴുന്നേറ്റേ ഉള്ളൂ. അതിൽ പാട്ടൊക്കെ പാടിയിരിക്കുകയാണ്. അതെന്തൊരു നോക്കണം. അപ്പോൾ നമ്മൾ ഇനി 10 മിനിറ്റും കൂടെ ഉള്ളൂ അല്ലേ, അല്ല 1/2 മണിക്കൂർ കൂടെ ഉള്ളൂ നമുക്ക് റൂമിലെത്താൻ. അപ്പോൾ നമ്മുടെ ഹോട്ടലൊക്കെ കാണിച്ചു തരാം. സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയണത്. ഇക്കാണ് ബുക്ക് ചെയ്തത്. നമുക്ക് സ്വിമ്മിങ് പൂളിലൊക്കെ ചാടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗോവ എത്തി. ഗോവയിൽ നിന്ന് ഉച്ചയായപ്പോൾ 2 മണിക്കായപ്പോൾ നമ്മളിവിടുത്തെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത്. ഇപ്പം നമ്മൾ എന്നിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് നമ്മൾ രാത്രി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഗോവ കണ്ടപ്പം ഇവിടെ പലരും പറയണത് കേരളം പോലെയാണ് ഇരിക്കുന്നത്. സത്യമാണ്, കേരളം പോലെയാണ്. ഗോവയിലെ ഒരു ഇതൊക്കെ കേരളം പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ കണ്ടോളിം ബീച്ചിലോട്ടാണ് പോകണത് രാത്രി. കണ്ടോളിം ബീച്ച് ഇവിടെ നമ്മൾ അതിൽ നിന്ന് 7 മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ ഹോട്ടലിൽ നിന്ന്. അപ്പോൾ അങ്ങോട്ട് കാറെടുത്തു. നടക്കാൻ അത്ര ഇതില്ലാത്തതുകൊണ്ട് കാറെടുത്തു. നമ്മൾ അങ്ങോട്ട് പോവാൻ കാണാം കേട്ടോ. ഇവിടുത്തെ ഷോപ്പുകളാണ്. എല്ലാരും യോയോ ഡ്രസ്സിലൊക്കെയാണ്. ബീച്ച് ഡ്രസ്സൊക്കെ ഇട്ട് വീട്ടിൽ നിന്ന് റൂമിലെത്തിയപ്പോ ഭയങ്കര കരച്ചില്. പുറത്തിറങ്ങിയപ്പോ അവർക്ക് അങ്ങനെ കറങ്ങണതാണ് ഇഷ്ടം കൂടുതലും. അനന്തു ഓൺ ഫോൺ. ഗോവ ബീച്ച്, കണ്ടോളിം ബീച്ച്. ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കുടിക്കാൻ പറ്റുന്നുണ്ട്. ടൈപ്പാണ് ഫുള്ള്. കടലെല്ലായിടത്തും ഒരു വിലയായിട്ട് വിഷയമില്ല. പക്ഷെ ഇത് അടുത്താണ്. നമ്മളവിടെയൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് കയറിയ പോലില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും. പെട്ടെന്ന് നമുക്ക് അടുത്ത് വരുമ്പോൾ അടുത്താണെന്ന് പോലെ തോന്നും. ഏറ്റവും ഇതെന്ന് വെച്ചാൽ ഇതേപോലത്തെ കുഞ്ഞു ഇതുണ്ട്. അവിടെ മസാജ്, തല മസാജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കാലിലൊക്കെ അവിടെ ചെന്ന് തിരയടിച്ച് കാലില്. നമ്മളിവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോവയിലോട്ട് പാർട്ടി വൈബ് ഫീൽ ചെയ്യും. നമുക്കിവിടെ വരുമ്പോൾ കൂടുതലും കഫേഴ്സും ഇങ്ങനെ ബീച്ചുമായിട്ട് ബന്ധപ്പെട്ട് കിടങ്ങളുണ്ട്. ഒരു പാർട്ടി മോഡ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. പിന്നെ ഇനിയിപ്പോൾ വലിയ കഫേയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഉറപ്പാണ്, അതിൻ്റെ സംശയമൊന്നും വേണ്ട. DJ നൈറ്റും ബഹളവും എല്ലാം കാണും. നടക്കാൻ പറ്റാത്ത ഒരാൾ വരെയാണ്. ഞാനെണ്ണിരിക്കണുണ്ടോ താനെപ്പെണ്ണെ? ലൈറ്റൊക്കെ കണ്ടിരിക്കണ അവള്. നമ്മൾ വന്ന സ്ഥലത്ത് നല്ല വൈബായിരുന്നു. പക്ഷെ നമ്മൾ എന്തോ ഇവിടെ വന്നപ്പോൾ ഒരു സമാധാനം ഫീൽ ചെയ്ത്. അങ്ങനെ ഇവിടെ കോഫി ബുക്ക് ചെയ്യാം, ഓർഡർ ചെയ്യാം. ഇവിടെ ഒരു കോഫിക്ക് 100 രൂപ കേട്ടോ. ബ്ലാക്ക് കോഫിക്ക് 100 രൂപ. പക്ഷേ ബിയർ ഡ്രിങ്ക്സിന് 190 രൂപ.
ബാക്കി എല്ലാം നല്ല വിലയാണ്. കോക്ടെയിൽ 600 രൂപ. അത് മിക്സഡ് ആയിട്ടുള്ള കോക്ടെയിൽ വൈന് 2000 600 ഒക്കെ ഉണ്ട്. നമുക്ക് പിന്നെ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കോഫി കുടിക്കുന്നു. മൊബൈൽ ഞാൻ എങ്ങനെ വെച്ചിരിക്കുന്നത് താഴെ പോവാ പേടിച്ചരണ്ടിരിക്കുകയാണ് മോന്. കടല് പേടിയാണ് അല്ലേ മോ? പേടിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മനസ്സിലാക്കുന്നില്ല. അതാ ഇവിടെ ഒരുത്തി ഇരിക്കെ പുറത്തി വരണില്ല. അവക്ക് പോണോന്ന് നടന്നു. അവക്ക് ഒരിടത്ത് ഇരിക്കണ ഇഷ്ടമല്ല. നീ വീട്ടിൽ ചെന്നിട്ട് വാപ്പിയും മോളും കൊണ്ട് കാറിൽ കയറി ഇരുന്നോണം രാവിലെ ഓണാക്കി വെച്ചു. കോഫി നമ്മളോരോ കോഫി പറഞ്ഞു. ഒരു കോഫിക്ക് 100 രൂപ നമ്മുടെ വില. കുഴപ്പമൊന്നുമില്ല. എന്റെ പുത്രിക്ക് ഞാൻ കഴിക്കണതും കുടിക്കണതും ഇഷ്ടമല്ല. കഴിക്കാൻ സാധനം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് വേണം. നമുക്ക് അപ്പ വേണം. നമുക്ക് കഴിക്കണം. അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം അവൾക്ക്. അതുകൊണ്ട് ഒരാൾ കഴുകി തീർന്നിട്ട് അയാൾ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത കഴിക്കണം. ലൈറ്റൊക്കെ ഒരുക്കൊണ്ട് പോയി. അപ്പം നമ്മൾ വിചാരിച്ച് നമ്മളിരുന്നോണ്ട് അവിടെ ലൈറ്റ് ഒരുക്കണം. നല്ല തിരമുണ്ട്, ഇങ്ങ് കയറുന്നുണ്ട്, നല്ല മേളിൽ കയറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ലൈറ്റൊക്കെ ഒരുക്കുന്നത്. അതുകൊണ്ട് ഈ ലൈറ്റിൻ്റെ അവിടെയൊക്കെ എത്തുന്നുണ്ട്. നമ്മളിവിടെ ഇവിടം വരെ എത്തി കടല്. നമ്മളിരിക്കുന്ന ഇവിടം വരെ എത്തി കടല്. നമ്മൾ പോവുകയാണ് കണ്ടോളിയം ബീച്ചിൽ. ഇവിടെ വരുമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ കൊള്ളാമെന്നാണ്. അവിടെ കുറച്ച് ഇരിക്കുമ്പോൾ നല്ല രസമാണ്. രസമായിരുന്നു. കുറച്ച് നേരം ഇരുന്ന് ചായയൊക്കെ കുടിച്ചൊരു കടലൊക്കെ കണ്ട് ഒരു പോസിറ്റിവിറ്റിയാണ്. നമ്മളെ കടൽ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക പോസിറ്റിവിറ്റി ആണല്ലേ. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് നമുക്ക് കിട്ടിയത്. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ, നോക്കണം, നോക്കിയിട്ട് പോകണം. എല്ലാവർക്കും എല്ലാം പരീക്ഷയാണ്. ഇവിടെ ഫയർ ഡാൻസ് നടക്കുകയാണ്. ഷോ തലയിലൊക്കെ വെച്ചോണ്ട് പോവുകയാണ്. നെക്സ്റ്റ് നമ്മളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് കയറിയത്. പഞ്ചാബി റെസ്റ്റോറൻ്റ് ആണ്. അതാ മെനു ഒക്കെ ഫുൾ ഡ്രൈവിംഗ് ആണ്. ഇന്നലെ ഏകദേശം 10-12 മണിക്കൂറോളം കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്ക് ആകെ ക്ഷീണിച്ച് ഉറക്ക കഴിഞ്ഞിട്ടും അങ്ങോട്ട് ക്ഷീണം വിട്ട് മാറിയിട്ടില്ല അല്ലേ? അപ്പോൾ നമ്മൾ തട്ടി വിടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. തട്ടി വിട്ടിട്ട് നമുക്കിനി ബാഗാ ബീച്ചിലോട്ട് പോകണം. ബാഗാ ബീച്ച് നൈറ്റ് ലൈഫ് ആണല്ലേ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ പോയിരുന്ന് കാറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് നമ്മൾ റൂമിലോട്ട് പോയി കിടന്നുറങ്ങും. നാളെ നമ്മൾ ദാനം പെണ്ണിൻ്റെ ഫോട്ടോ ഷൂട്ട് ഉണ്ടല്ലേ ദാനു? കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടൊരു ഫോട്ടോ ഷൂട്ട് ഉണ്ട്. അവളുടെ നമുക്ക് 11-ാം തീയതി നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് അന്ന് ഇങ്ങനെ ഗോവയിൽ എത്താൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും നാളെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിക്കണം. 6-ാം മാസത്തിൻ്റെ. അപ്പോൾ അതെടുക്കണം. നമ്മൾ എന്തൊക്കെയാണ് ഫുഡ് എന്ന് അറിഞ്ഞുകൊണ്ട് വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. പഞ്ചാബി ധാബയാണ്. എല്ലാം ഉണ്ട്. സൗത്ത് ഇന്ത്യനും നോർത്ത് ഇന്ത്യനും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ. ഇവിടുത്തെ ഫുഡൊക്കെ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചത് കൊള്ളായിരുന്നു. നല്ല ഫുഡായിരുന്നു. ഇനി ഇവിടുത്തെ ഫുഡ് നമുക്ക് പുറത്തുകൂടെ കഴിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ കഴിച്ച് നോക്കാൻ പോവാണ് എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. ഇതാണ് നമ്മുടെ ഹോട്ടല്. നല്ല ആംബിയൻസ് ആണ്. റൊട്ടി, ചില്ലി ചിക്കൻ, ഓംലെറ്റിന്റെ വലിപ്പം കണ്ടോ? നൂഡിൽസ്, ഫ്രൈഡ് റൈസ് എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഈ ഓംലെറ്റിന്റെ പ്രൈസ് എത്രയെന്ന് അറിയാമോ? 100 രൂപ. നമ്മൾ സാധാ ഓംലെറ്റ് സ്പെഷ്യൽ അവിടെ അതൊക്കെ ഉണ്ടടി. സാധാ ഓംലെറ്റിന് അവിടെ 70 രൂപ 80 രൂപ റേഞ്ച് അല്ലല്ലേ. 100 രൂപയുടെ ഓംലെറ്റ് ആണ് കേട്ടോ. ഇവിടെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഈ ചർച്ച്. ഈ ചർച്ചിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഒരുപാട് ചർച്ചുണ്ട്, വലിയ ചർച്ചുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. തിരുശേഷിപ്പൊക്കെയുള്ള ചർച്ചുണ്ട്. അപ്പോൾ അവിടോട്ട് പോകണമെന്നുണ്ട്. നാളെ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കണം. നമ്മളിനി അടുത്തത് ബാഗാ ബീച്ചിലോട്ട് പോകാനാണ് ഇരിക്കുന്നത്. അവർ കഴിച്ചുകൊണ്ടിരിക്കണതേ ഉള്ളൂ. ഇപ്പോൾ ഇറങ്ങും. നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടി കാറിൽ വന്നു. ഇപ്പം അത് ഭയങ്കര ബഹളം.
നടക്കണം, അതാണ് അവളുടെ ഉദ്ദേശം. എല്ലാം കാണണം അവൾക്ക്. ലൈറ്റ് അങ്ങനെയുള്ളതൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. അല്ലാതെ അവള് ഇങ്ങനെ നമ്മള് ഫുഡിനൊന്നും അങ്ങനെ കരച്ചിലില്ല. അവളെ അങ്ങനെയല്ല അങ്ങനെ ഒരു കരച്ചിലില്ല. പക്ഷെ എണീറ്റൊക്കെ നിർത്തണം, അങ്ങനെ ഒരു അളുമ്പി നടക്കണം, അതിനുള്ളതാണ് അവൾക്ക് താല്പര്യം. അങ്ങനത്തെ അളുമ്പലല്ല കേട്ടാ, നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടു നടക്കണം. ഒരിടത്ത് വെറുതെ ഇരിക്കുന്ന നമുക്ക് ഇഷ്ടമല്ല, പണ്ടും ഇഷ്ടമല്ല ഇപ്പോഴും ഇഷ്ടമല്ല. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ അവളെ മൂവ് ചെയ്യിപ്പിച്ചോണ്ടേ ഇരിക്കണം, അതാണ് നമുക്ക് ഇഷ്ടം. അത്രയ്ക്ക് നല്ല ശീലം അല്ലാതെ അത് ചേട്ടാ. ഇപ്പൊ നമുക്ക് ബാഗാ ബീച്ച് കാണാവേ. ബാഗാ ബീച്ചിലോട്ട് പോണ വഴി ഭയങ്കര തിരക്ക്. രാത്രി 11 ഇത് നൈറ്റ് ലൈഫ് ബീച്ചാണ്. നൈറ്റ് ലൈഫ് മുഴുവൻ കാണുന്ന ബീച്ചാണ്. തിരക്ക് അവിടെ മേളിൽ വണ്ടി പാർക്ക് ചെയ്യണോ ഒരു കുഴപ്പമില്ല. നമ്മൾ ഉൾപ്പെടുന്നത് പാർക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. ആരോ അതാണ് ബാഗാ ബീച്ച്. മറ്റേ ബീച്ച് പോലെ തന്നെ, പക്ഷെ ഇവിടെ നൈറ്റ് ലൈഫ് കുറച്ചുകൂടെ ടൈം ഉണ്ട്, രാവിലെ വരെ ഉണ്ട്. അതാണ് ഒരു പ്രത്യേകത. കോളം ബീച്ച് പോലെയൊക്കെ ഒരു ബീച്ച് തന്നെ കേട്ടോ. പണ്ടത്തെ ശംഖുവും ബീച്ച് പോലെ തോന്നണം. പക്ഷെ പുതിയ ഭയങ്കര നൈറ്റ് അലങ്കരിച്ച് അവർ ഇതിൽ ഫുഡ് കഴിക്കാനും ഡ്രിങ്ക്സ് അടിക്കാനൊക്കെ പറ്റിയ ഒരു ലെവലിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. ഒറ്റ പേർ കിടപ്പുണ്ട്. എല്ലാം കഴിച്ച് ഇനി അതുകൊണ്ട് ഇവിടെ ഒന്നും ഇരിക്കണില്ല. ഇരുന്ന് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പയ്യെ കുറച്ചിരുന്ന് വന്നിട്ട് നമ്മളങ്ങ് പോകും. ഫോട്ടോ എടുക്കാൻ താനും എക്സ്പ്ലോർ ചെയ്യുവാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ലൈറ്റ്സ് ഒക്കെ കാണുന്നത്. അത് രസമുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് കല്യാണം കഴിഞ്ഞാൽ അന്നോട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതിന് ഒരുമിച്ച് നമുക്ക് ഇങ്ങനെ ട്രിപ്പ് പോകണമെന്നൊക്കെ ഇപ്പോഴാണ് 5 വർഷം ആയപ്പോഴത്തേക്കുമാണ് നമുക്ക് നടന്നത്. നമ്മൾ ഒരുപാട് ഹാപ്പിയാണ് അല്ലേ? നമ്മൾ 10 ദിവസത്തെ ടൂർ ഇറങ്ങിയിട്ട് ഇതിപ്പം 12ാമത്തെ 13ാമത്തെ ദിവസമാണ്. നല്ല രസമാണ് ഇവിടെ. ലൈറ്റ് കൊണ്ട് നിറഞ്ഞേക്കാണ്. ബാഗാ ബീച്ച് അല്ലേ? ബാഗാ ബീച്ച്. കടൽ. നമ്മളങ്ങനെ ബാഗാ ബീച്ചിലെത്തിയിരിക്കുന്നു. ബാഗാ ബീച്ച് എത്തി, നേരത്തെ എത്തി. ബാഗാ ബീച്ചിലെത്തി. ബാഗാ ബീച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് അങ്ങറ്റം വരെ. ഇത് ഫുള്ള് ഓരോ 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 റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളുടെ ജ്യൂസ് സെന്റേഴ്സും ആൽക്കഹോളും ഒക്കെ അവരുടെ ഒരു ലെവലിലുള്ള. ഇവിടെ എന്താണ് അവർക്ക് ഈ ഹോട്ടൽസിന്റെയും ഇതിന്റെയും അങ്ങ് അറ്റം വരെ ഒരു LED ഒക്കെ ചെയ്ത് ആ ഒരു വൈബ് ഉണ്ടാക്കി എടുത്തേക്കാണ് ഫുള്ള്. നമ്മള് പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇനിയും കഴിക്കാൻ വയ്യ, അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ചു പോയാണ്. ഇനിയിപ്പം ഇവിടെ ഒന്നും ഇല്ലാതാണ്. കണ്ടു ഫുഡ് കഴിച്ചു. നാളെ നമുക്കൊരു പകല് വേറെ മറ്റുള്ള ബീച്ചുകളിൽ പോകണം. പിന്നെ നമുക്ക് മറ്റേ തിരുശേഷിപ്പുകളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ചർച്ചുണ്ട് അവിടെ പോകണം. പിന്നെ ഫോർട്ടിൽ പോകണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരെ എങ്ങോട്ട് പോകും? മാംഗ്ലൂർ എന്തൊക്കെ ഉണ്ടാകുന്നോ കാണാൻ അറിയാൻ വയ്യ. മാംഗ്ലൂരിൽ പോയിട്ട് നമ്മളവിടെ സ്റ്റേ ചെയ്യും. കാരണം കണ്ടിന്യൂസ്ലി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. മാംഗ്ലൂരിൽ നിന്ന് നമുക്ക് 2 സ്റ്റെപ്പായിട്ട് അടുത്ത് കോഴിക്കോടോ അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്ത് അവിടുത്തെ പ്ലേസുകളൊക്കെ കണ്ട് നേരെ ട്രിവാൻഡ്രത്തോട്ട്. തലയില് കൊമ്പൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഹായ് പറയുമ്പോ ഹായ് ഹായ്. സന്തോഷത്തിലാണ്. ഇത് കണ്ടിട്ടാണ് സന്തോഷിക്കുന്നത്. ഇവയുടെ കൊമ്പ് കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാനിപ്പോ തവിട് പൊടിയാക്കി ദൂരെ ഇറങ്ങിയെന്ന് പറയുകയാണ് വെച്ച് നോക്ക്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഡിസംബറിൽ പ്ലാൻ ചെയ്ത ട്രിപ്പ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പ്ലാൻ ചെയ്ത ട്രിപ്പ്, ഗോവ ട്രിപ്പ് ഈ വർഷം ഡിസംബറിൽ ഞങ്ങൾ അങ്ങനെ പൂർത്തീകരിച്ചിരിക്കുന്നു.
അത് കഴിഞ്ഞ വർഷം പൂർത്തീകരിക്കുന്നപ്പോഴാണ് എൻ്റെ വാവാച്ചി പെണ്ണ് വന്നത്. അപ്പോൾ വാവാച്ചിയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് അന്നത് വരാൻ പറ്റാത്തത്. അപ്പോൾ കണ്ട മകണ്ടിരിക്കുകയാണ്. ഹായ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. ഗോവയിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മളിപ്പോൾ രാവിലെ ചെക്കൗട്ടൊക്കെ ചെയ്തു ഹോട്ടൽ റൂമിൽ നിന്ന്. അപ്പോൾ എന്നിട്ട് നമ്മൾ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കണം. അപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ഒരു സ്ഥലത്ത് പോയി അപ്പോൾ നോക്കിയപ്പോൾ അവിടെ പെട്രോൾ പമ്പേ ഇല്ല, കാർഡ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് അവിടുത്തെ വിഷ്വൽ കാണിച്ചു തരാവേ. കണ്ടോ, ഫുൾ തിരക്കാണ്. തിരക്കിൻ്റെ മയം. ഇവിടെ വേറെ പെട്രോൾ സ്റ്റേഷനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. എല്ലാവരും ഇങ്ങോട്ടേക്ക് തന്നെയാണ് വരുന്നത്. നമ്മൾ കുറേ നേരം നിന്നിട്ടാണ് നമുക്ക് പെട്രോൾ അടിക്കാൻ പറ്റുന്നത്. പെട്രോൾ 3000 പെട്രോൾ. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഗോവയില് പെട്രോളിന് 96. നമ്മൾ ഏറ്റവും കുറവടിച്ച എവിടെ നിന്നാണ്? ഗുജറാത്തില് 94 രൂപയ്ക്ക് നമ്മൾ ഗുജറാത്തിൽ നിന്ന് അടിച്ചായിരുന്നു. ഇവിടെ ഗോവയില് 96 പറഞ്ഞ് 3000 അടിച്ചിട്ട് പിന്നെ 500 രൂപ അടിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ ഫുൾ ടാങ്ക് ആയി ഇനി അടിക്കാൻ പറ്റൂല. 2900 100 രൂപ അവർ തിരിച്ചു തന്നു. 30 ലിറ്റർ ആണെന്ന് തോന്നുന്നു ടാങ്കിന്റെ കപ്പാസിറ്റി. ഞാൻ ഇതിന്റെ കുറവ് മനസ്സിലാക്കിയില്ല. ഏറ്റവും കൂടുതൽ എവിടെയാണ്? കേരളം തന്നെയല്ലേ? 109 കേരളത്തിൽ. എവിടെയോ നമ്മള് 108 107 ഒക്കെ ഉണ്ട്. തമിഴ്നാട്ടിൽ എത്ര കളിയാ? തമിഴ്നാട്ടിൽ 101 തമിഴ്നാട്ടില് 101. തമിഴ്നാട്ടില് 101. ബാക്കി അപ്പൊ അവിടെയൊക്കെ എന്താ എനിക്ക് എന്താണ് സ്റ്റേറ്റിന്റെ ടാക്സ് അവർ കുറച്ച് വെച്ചേക്കണം. അതുകൊണ്ടാണ് റേറ്റ് കുറവ്. പക്ഷെ ഗുജറാത്തിലെ ഗുജറാത്തില് നമ്മുടെ മോദിജി ഏറ്റവും കുറവ്. ഗുജറാത്തിൽ 94 വെച്ചിട്ടുണ്ട്. അത് സ്റ്റേറ്റ് ടാക്സ് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ വില. ഗോവയിൽ 96. അതിൽ സ്റ്റേറ്റ് ടാക്സ് കുറച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ആൾക്കാർ കൂടുതൽ ടൂറിസ്റ്റുകൾ വരണോണ്ട് സ്റ്റേറ്റ് ടാക്സ് കുറവാണ്. നമ്മളവിടെ ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണ്, പക്ഷെ എങ്കിലും കുറയ്ക്കില്ല. അപ്പൊ നമ്മള് അഗ്വാഡ ഫോർട്ടിൽ നിൽക്കുകയാണ്. ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ അകത്തോട്ട് കയറി. നല്ല വെയിലാണ് കേട്ടോ. ഉച്ച സമയത്ത് നമ്മൾ വന്നത്. അപ്പൊ നല്ല വെയിലാണ്. കുടയൊക്കെ പിടിച്ചാണ് പോണത്. ഞാൻ കാണിച്ചു തരാം വിഷ്വൽസ്. ഇതാണ് എൻ്റെ ഒരു ബാക്ക് സൈഡ് വ്യൂ. രാവിലെ നല്ല തിരക്കാണ് കേട്ടോ. ആനോ തൊപ്പിയൊക്കെ വെച്ചിരിക്കുകയാണ് പുള്ളിക്കാരി. വെയിലുണ്ട്, കുട ഉണ്ട്. കുട ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ലൈറ്റ് ഹൗസ് ആണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെയാണ് കേട്ടോ. അത് എൻട്രി. നല്ല തിരക്കാണ്. സെറ്റ് വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. കടലും കായലും എല്ലാം നല്ല വ്യക്തമായിട്ട് കാണാം. കായലല്ല കേട്ടോ, അത് കടലാണ്. കടലല്ലേ? കടല തന്നെയല്ലേ? കടലാണ്, കായലല്ല കടല്. ലൈറ്റ് ഹൗസ് ആണെന്ന് തോന്നുന്നു. അതേ അതിന്റെ മണ്ടയിലത്തെ ഭാഗമാണെന്ന് അറിഞ്ഞൂടാ. ജയിലാണ് അത്. ദൂരെ ജയില്. ഇവിടെ ഒരു ജയിലാണ്, കാരാഗ്രഹം. ജയിലാണ്. ഈ ഭാഗം ജയിലാണ്. അടിമകളൊക്കെ പൂട്ടിയിടാൻ വേണ്ടിയുള്ളതാണ്. ഇത് മുഴുവൻ ജയിലാണ്. ഇതിന്റെ താഴോട്ട് ജയിലാണ് കേട്ടോ. ഞാൻ ഇവിടെ ഓപ്പണിങ് കാണിച്ചത് കണ്ട. ജയിലാണ് ഇത് മുഴുവൻ. അടിമകളെയൊക്കെ പൂട്ടിയിടാൻ പറ്റുന്ന ജയിൽ. പോർച്ചുഗീസുകാരുടെ സംഭവം എന്നാണ് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഹിസ്റ്ററി ഒന്നും നോക്കിയില്ല, കാരണം നോക്കാൻ സമയം കിട്ടിയില്ല. ഇതാണ് അതിന്റെ വ്യൂ എന്ന് പറയുന്നത്. വ്യൂ വേണ്ട, ഈ ഭാഗം കൊള്ളാം. ആ സൈഡ് കടലാണ്. നമ്മളെ ചെരുപ്പ് ഇങ്ങനത്തെ ചെരുപ്പാണ്. അപ്പോൾ അത് ഇവിടെ ആണെങ്കിൽ വഴുക്കും, നല്ല വഴുക്ക്. ഈ വഴുക്കുമ്പോൾ ചെരുപ്പ് ഊരിയിട്ടിട്ടാണ് ഇറങ്ങി വന്നത്. ഇത് വഴുക്കുന്ന ചെരുപ്പാണ്. വലിയ ഇരിപ്പുള്ള ഒന്നും. അവളും അതേപോലെ ചെരുപ്പാണ് ഇട്ടിരുന്നത്. അവളും ചെരുപ്പ് ഊരിയിട്ടാണ് ഇറങ്ങിയത്. അവിടെ ഇത് കാരാഗ്രഹത്തിൻ്റെ എയർ വെന്റിലേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ, തന്നെയാണ് സംഭവം. കാരാഗ്രഹം തന്നെയാണ്. ഗ്രഹമെന്ന് പറഞ്ഞ് തിരിച്ചെടുത്ത് സത്യം എന്ന് പറഞ്ഞാൽ അത് ഫോർട്ടിൽ ഒളിച്ചിരിക്കാൻ പറ്റുന്നൊരു സെറ്റപ്പാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് വാട്ടർ റിസർവെയറും എല്ലാം കൂടെ ചേർന്നൊരു ഫോർട്ട് അഗ്വാഡാന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ സെറ്റപ്പ്. ടാങ്ക് ഉണ്ട്, വാട്ടർ റിസർവെയർ ഉണ്ട്, ലൈറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഇതാണ് ഫോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. അതിനകത്ത് ഫുൾ സെറ്റപ്പാണ്. അകത്താണ് ഫുള്ള്. അത് തുറന്നിട്ടില്ല, പക്ഷേ ഇത് വാട്ടർ റിസർവെയർ ആണ്. അതിനകത്ത് വെള്ളം അകത്ത് പിടിക്കുന്ന സെറ്റപ്പ്.
ഇതേവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതാണ് ഒറിജിനൽ ഫോർട്ട് എന്ന് പറയുന്നത്. അവർ ഒളിച്ചിരിക്കാനും നമുക്കുള്ള സെറ്റപ്പിന് ഇരിക്കാൻ പറ്റുന്ന ലെവലിൽ ഫോർട്ട്. ഇങ്ങനെയാണ് ജയിൽ. ജയിൽ എന്ന് പറഞ്ഞാൽ അപ്പുറത്താണ് കേട്ടോ. ചെറിയ നമുക്ക് പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ജയിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഫോർട്ട് ജയിൽ ഉദ്ദേശിക്കണ മീൻസ് ജയിൽ ഇതന്നെ. പക്ഷേ എങ്കിൽ ഫോർട്ടിനകത്ത് നമുക്ക് ഇരിക്കാനുള്ള പറ്റുന്ന രീതിയിലുള്ള ജയിൽ. ഇതാണ് ജയിൽ. തുറഞ്ഞാണ് എത്രയും 5 സ്റ്റാർ ജയില് വേറെ ആർക്കും കിട്ടുമെന്നല്ല. ഫുൾ സെറ്റപ്പാണ് കേട്ടോ. ഇത് എല്ലാത്തിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊടുത്തേക്കാണ്. മുമ്പ് എങ്ങനെ ഇരുന്നു ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. അതെല്ലാം അങ്ങനെയാണ് സംഭവം. ഇത്രേ ഉള്ളൂ ഈ ഫോർട്ട്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ അകത്തോട്ട് കയറാൻ പറ്റിയെന്നെങ്കിൽ മികച്ച പൂട്ടിയിട്ടേക്കുന്ന സ്ഥലം അകത്തോട്ട് ഫോർട്ടിനകത്തോട്ടൊരു സ്ഥലം ഉണ്ടല്ലോ, അത് കയറാൻ പറ്റുന്നത് കൊള്ളാം. അപ്പുറ സൈഡോടെ വന്ന് കണ്ടായിരുന്നു സംഭവം. നല്ലൊരു ഗാർഡൻ ഏരിയ ഉണ്ട് കേട്ടോ അവിടെ. ഇങ്ങനെയാണ് എൻ്റെ സെറ്റപ്പ്. വെള്ളം കുടിക്കാനുണ്ട്. ഊപ്പാട് സൈഡ് കാണിച്ചില്ലേ മാസ്റ്റേഴ്സ്, അതാണ് വെച്ചിരിക്കുക. പൂജ എന്നിടത്ത് മാറ്റിയാണ് ആ കാണുന്നത്. നമ്മുടെ ഒരു ചർച്ചാണ് കേട്ടോ, പൊളിഞ്ഞ ചർച്ചാണ്. ഗോവയിലെ ഒരു പൊളിഞ്ഞ ചർച്ച. പേരുണ്ട്, ഇതിൽ അഞ്ചരി അങ്ങനെ എത്രയാണ് സംഭവം. നമ്മുടെ ഈ കാണുന്നതാണ് നമ്മുടെ ചർച്ച്. ചർച്ചിന്റെ അവശേഷിപ്പുകൾ മാത്രമേ ഉള്ളൂ. തിരുശേഷിപ്പ് ഫുൾ പൊളിഞ്ഞതാണ് കേട്ടോ. ഇത് പള്ളിയായിരുന്നു, പൊളിഞ്ഞു പോയതാ. ഇത് നമ്മുടെ ഒരു പൊളിഞ്ഞ ചർച്ചിന്റെ ബാലൻസ് ആണ് കേട്ടോ. ചർച്ചിന്റെ പേര് മറന്നുപോയി, നോക്കിയിട്ട് പറഞ്ഞുതരാവേ. സാന്റാ മോണിക്ക ചർച്ചാണ്. അതിന്റെ പൊളിഞ്ഞ പോയതിന്റെ ബാക്കി ശേഷിപ്പുകൾ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുവാണ്. ആൾക്കാരെ എൻട്രി ഒന്നുമില്ല, പക്ഷെ കൊള്ളാം. ഇതാ കണ്ടോ, ഇതാണ് നമ്മുടെ സാന്റാ മോണിക്ക ചർച്ച്. നമ്മളിപ്പോ ബെസിലിക്ക ഓഫ് ബോം ജീസസ് ചർച്ചിലോട്ടാണ് നമ്മൾ പോണത്. ഒരു ചർച്ച് ബെസിലിക്ക എന്തായാലും ഉണ്ട്, ബോമും ഉണ്ട്. നമ്മളങ്ങനെ നടക്കുവാണ്. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാൻ വയ്യ. പാർക്കിംഗ് മുകളിലാണ് കേട്ടോ. അവര് നടക്കുന്നുണ്ട്, കുറച്ച് ദൂരം നടക്കേണ്ടി വരും. നമ്മുടെ ദാനു പെണ്ണാകെ ഒരു ത്രില്ലിലാണ്. അവൾക്ക് എത്ര ദൂരം നടക്കണമെങ്കിലും കുഴപ്പമില്ലല്ലോ, അവൾ എൻ്റെ തോളിലല്ലേ നടക്കുന്നത്, അതുകൊണ്ട് പ്രശ്നമില്ല. ദാനു കണ്ടാ ഫുൾ എൻജോയ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ചർച്ച് കാണാൻ പോവുകയാണ്. അവിടെ നമ്മുടെ മറ്റേ മോണുമെന്റ് ഉണ്ട്, അത് മമ്മി ഉണ്ടെന്നാണ് പറയണത്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് എന്ത് വർഷത്തിൽ ഒരു ദിവസം എന്തോ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോൾ അത് ഓപ്പൺ ആണോ എന്ന് അറിയാൻ വയ്യ. പക്ഷെ നമ്മളെന്തായാലും പോയി നോക്കുവാണ് കേട്ടോ. നല്ല തിരക്കാണ് കേട്ടോ ഇവിടെയൊക്കെ. നമ്മുടെ ഫോർട്ടിൽ നല്ല തിരക്കായിരുന്നു, അതേപോലെ ഇവിടെയും നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ എന്തായാലും കാണാമെന്ന് വിചാരിച്ച് പോവുകയാണ്. കാണാൻ പറ്റുമായിരിക്കും, വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ ഇൻസൈഡ്. നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. ഏകദേശം 1500 പണിയെടുപ്പിച്ച പള്ളിയാണ് കേട്ടോ. അത് പുതുക്കിയിട്ടുണ്ടെന്ന് പറയുന്നു, പെയിന്റ് ഒക്കെ അടിച്ചിട്ട്. പക്ഷെ ആ ഒരു ശേഷിപ്പ് മമ്മിയും എപ്പോഴും അവിടെ ഉണ്ട്. നമ്മൾ 21-ാം നൂറ്റാണ്ട് സിനിമയിൽ കാണിക്കും പോലെ എപ്പോഴും ഒരിക്കൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. നമ്മുടെ ഒരു ഗോവ മിനി കേരളം എന്നാണല്ലേ അറിയപ്പെടുന്നത്. അപ്പോൾ മിനി കേരളം തന്നെയാണ്. അതേ ഒരു പച്ചപ്പും നമുക്ക് നമ്മുടെ നാട്ടിൽ കൂടി നടക്കുന്ന ഒരു ഫീലിംഗ് ആണ്. കാണിച്ചു തരാവേ ഞാൻ. കണ്ടോ നമ്മുടെ വാഴ ഇക്കായെല്ലാം വാഴയുണ്ട്. കണ്ട നമ്മുടെ നാടാണെന്നേ നമുക്ക് തോന്നുള്ളൂ. ഗോവയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇന്നലെ രാത്രി നമ്മൾ ബീച്ചിൽ പോയപ്പോഴത്തേക്കും നമുക്കതൊരു ഗോവ ടച്ചൊക്കെ നമുക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ നമ്മൾ എന്താ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ റിസോർട്ടുകളാണെന്ന് തോന്നുന്നു. ചെറിയ 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 ടെൻറ്റുകൾ പോലെയുണ്ട്. ഇങ്ങോട്ടേക്ക് എന്താണെന്ന് അറിയാൻ വയ്യ. ഇങ്ങോട്ടേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഇങ്ങോട്ട് പിൽഗ്രിമേജ് വില്ലേജ് ആണ്. അപ്പോൾ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു കുടിലുകളാണ്.
പിന്നെ അകത്ത് ഫോൺസ് ഒന്നും അലൗഡ് അല്ല, അതുകൊണ്ട് വിഷ്വൽസ് ഒന്നും അകത്തൊന്നും എടുക്കാൻ പറ്റിയില്ല. വലിയ പള്ളിയാണ്, അകമൊക്കെ നല്ല രസമുണ്ട്. ഇനി അടുത്ത സി കത്തീഡ്രൽ എന്ന് പറയുന്ന പള്ളി, അവിടെ കൂടെ കയറാം നമുക്ക്. അത് അകത്ത് ഇനി എടുക്കാൻ പറ്റുമില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഓഫീസും ഇവിടെ ഉണ്ട്. നമ്മളിങ്ങനെ അകത്തൂടെ പോവുകയാണ്. പക്ഷേ അകത്ത് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ, ഫോൺ എടുക്കാൻ പറ്റുമില്ലെന്ന് അറിഞ്ഞൂടാ. ഇതാണ് പള്ളി, അങ്ങനെ കണ്ടായിരുന്നു, സെറ്റാണ്. മംഫൈഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ഉള്ളത്. ഇതാണ് നമ്മളുടെ ആ ഒരു തിരുശേഷിപ്പുള്ളത്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യയും അതിനകത്താണ്. അപ്പൊ നമ്മള് ശേഷിപ്പ് കണ്ടില്ലേ, ബസിലിക്ക ചർച്ച് അവിടെയാണ്. ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പൊ അതിനുള്ളിലാണ്, ഇതും ചർച്ച തന്നെ. അപ്പൊ ഇതിനുള്ളിലാണ് നമ്മുടെ മമ്മി സൂക്ഷിച്ചിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റി. വലിയൊരു കാര്യമാണ്. വർഷത്തിൽ ഒരു തവണ മാത്രമേ അങ്ങനെ കാണിക്കൂ. നമ്മൾ വന്ന് അതായത് ഇപ്പം എക്സ്പോസിഷൻ വെച്ചേക്കുന്നത് നവംബർ 25 മുതൽ ജനുവരി 4 തീയതി വരെ എന്തേ ഉള്ളൂ എക്സ്പോസിഷൻ. അപ്പം നമുക്ക് കാണാൻ പറ്റി. നമ്മൾ കറക്റ്റ് മിഡിൽ ടൈമിലാണ് വന്നത്, അതുകൊണ്ട് വലിയ തിരക്കില്ല. സ്റ്റാർട്ടിങ്ങിലാണെങ്കിലും എൻഡിലാണെങ്കിലും നല്ല തിരക്ക് വരുമായിരുന്നു, പക്ഷെ അധികം തിരക്ക് വന്നിട്ടില്ല. നമുക്ക് എന്തായാലും കാണാൻ പറ്റി. ദാനു കണ്ടല്ലേ, ദാനു നോക്ക്. പഴയ കിണർ ഇവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അത് ഏത് കാലത്തോളം അറിഞ്ഞൂടെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ ഗോവയിൽ നിന്ന് നമ്മൾ നാട്ടിലോട്ട് തിരിക്കുവാണ്. ബംഗളൂർ സ്റ്റേ ഉണ്ട് കേട്ടോ, ഇന്ന് സ്റ്റേ ഉണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പോയത് ബസേലിക്ക ചർച്ചിലാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മംഗളൂരിലോട്ടുള്ള വേ ആണ് കേട്ടോ. നമ്മുടെ ബോംബെയിൽ കണ്ടതുപോലെയുള്ള ത്രെഡ് ബ്രിഡ്ജാണ്. രസമുണ്ട്. സൂര്യാസ്തമയം ആണ്. സമയം 5:30 ആയിട്ട് സൂര്യാസ്തമയം. ഇമ്മു ഇവിടെ കിടന്ന് ബഹളമാണ്. ഇമ്മുവിൻ്റെ പല്ല് കണ്ട മുട്ടായിയൊക്കെ തിന്ന് ഒരു പരുവമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗോവ ട്രിപ്പ്. നമ്മൾ കുറേ ബീച്ചസിലൊക്കെ പോയി, ചർച്ചിൽ പോയി, ഫോർട്ടിൽ പോയി. പിന്നെ ഇവിടുത്തെ ഈവനിങ് നൈറ്റ് ആംബിയൻസ്, അതൊക്കെയാണ് മെയിനായിട്ട് ഗോവ എന്ന് പറയുന്നത്. അപ്പോൾ ദാനു ബേബി ഇരിക്കുകയാണ്. അവളെല്ലാ സ്ഥലങ്ങളും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എല്ലാ സ്ഥലവും കണ്ട്. നമ്മളിപ്പോൾ പോയി മമ്മി, അതായത് സേവിയർ, അത് പള്ളിയുടെ പേര്. അതാ ഞാൻ എഴുതി കാണിക്കാം കേട്ടോ, ഏതാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല ശേഷിപ്പിൻ്റെ പേര്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റി, നമ്മൾ കണ്ടു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗോവ ട്രിപ്പ്. അപ്പോൾ നമുക്ക് മംഗളൂർ വെച്ച് കാണാം. ടാ.